ഹലോ മൈഡിയേഴ്സ്, ഞാൻ ഈ ബ്ലൂ ഡ്രസ്സ് ഇട്ടിട്ട് വന്നാൽ തന്നെ നിങ്ങൾ ചിന്തിച്ചോളണം എവിടെയോ ഡാൻസ് പ്രോഗ്രാം ഉണ്ട്. കാര്യം ഡാൻസ് പ്രോഗ്രാമിൻ്റെ റിഹേഴ്സൽ ആണ് ഈ ഒരു ഡ്രസ്സ് ഞാൻ ഇടാറ്. കാര്യം ഇതൊരു യൂണിഫോമാണ് ആക്ച്വലി. അപ്പോൾ ഞാൻ ഈ ജിമുക്ക ഓണത്തിന് പ്രോഗ്രാമിന് ഇടാൻ വേണ്ടി വാങ്ങിയതാണ് കേട്ടോ. അന്ന് ഇടാൻ പറ്റിയില്ല, ബിക്കോസ് വേറെ കമ്മലാണ് ഇട്ടത്. മാലയോട് ചേർന്ന് തന്നെ കമ്മൽ ഇട്ടു. അപ്പോൾ ഇത് പെൻഡിങ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഈ റിഹേഴ്സലിന് ഇടാമെന്ന് വെച്ചാൽ നല്ല രസമുള്ള ജിമുക്കാട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമായി ആ ജിമുക്ക. അതെ, ഇങ്ങനെ നീളം നല്ല ഭംഗിയില്ലേ. അപ്പോൾ എന്താണെങ്കിലും ഓക്കെ, ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. അപ്പം എവിടെയാണ് പ്രോഗ്രാം റിഹേഴ്സൽ? ഇപ്പോൾ പ്രോഗ്രാം എവിടെയാണ്, അതിൻ്റെ റിഹേഴ്സലിനാണല്ലോ പോകണം. അപ്പോൾ പ്രോഗ്രാം എവിടെയാണ്? ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട്, ഭയങ്കര ഹാപ്പി ആയിട്ട്, ഭയങ്കര സർപ്രൈസ്ഡായിട്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയണമെന്നുണ്ട്. ഞാൻ പറയട്ടെ. ശരിക്കും ഗുരുവായൂരാണ്. എന്താ പറയുക, നിങ്ങളോട് ഞാൻ പറയാതെ പോകത്തില്ല. കാരണം നിങ്ങളുടെ പ്രാർത്ഥനയും അനുഗ്രഹവും എനിക്ക് നല്ലപോലെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം നിങ്ങളോട് പറഞ്ഞിട്ടൊക്കെ പോയിട്ടുള്ളത് എനിക്ക് മനസ്സിന് ഭയങ്കര സന്തോഷം ഉണ്ടായിട്ടുണ്ട്. ഡാൻസിൻ്റെ കാര്യത്തിൽ എനിക്ക് മുന്നോട്ടുള്ള ഒരു എടുത്ത് വയ്ക്കലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രാർത്ഥന അനുഗ്രഹം എനിക്ക് എപ്പോഴും ഉണ്ട്. നിങ്ങളുടെ അടുത്ത് പറയാതെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാതെ ഞാൻ പോകത്തില്ല. അപ്പോൾ ആദ്യം ഞാനായിട്ട് ആ ഒരു ഷോൾ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് മേടിച്ചതാട്ടോ. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് കാരണം ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ്. പക്ഷെ ഒരു കംഫർട്ട് ആവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതിന് ഇച്ചിരി കട്ടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് തന്നെ മതി. ഇതാണല്ലോ നമ്മുടെ സ്ഥിരം ഷോൾ. അപ്പോൾ ഇത് തന്നെ മതി. അപ്പോൾ എന്താണ്, ഗുരുവായൂർ പ്രോഗ്രാമിൻ്റെ റിഹേഴ്സൽ വളരെ കുറച്ച് പേരേ ഉള്ളൂ കേട്ടോ. ഞാൻ ഭയങ്കര സർപ്രൈസിലായിരുന്നു. കാരണം ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിരുന്നില്ല എനിക്ക് ഈ ഒരു പ്രോഗ്രാമിന് പോകാൻ പറ്റുമെന്ന്. പക്ഷേ എൻ്റെ ഭാഗ്യം, എന്തായാലും എൻ്റെ ഭയങ്കരമായൊരു ഭാഗ്യം കൊണ്ട് എനിക്ക് പറ്റി എന്നുള്ളതാണ്. ഇപ്പോൾ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ എന്നാണ് പ്രോഗ്രാം എന്ന് പറയാം. എൻ്റെ ഓണം ശരിക്കും ഗുരുവായൂരപ്പൻ്റെ അടുത്താണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഉത്രാടത്തിൻ്റെ അന്നാണ് പ്രോഗ്രാം. ഓണം 25th ഉത്രാടത്തിൻ്റെ അന്നാണ് പ്രോഗ്രാം. അതും ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം ഓണത്തിന് ഞാൻ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് എത്തുന്നു എന്നുള്ളത്. അപ്പോൾ എൻ്റെ ഷെഗി മിസ്സിനോടാണ് എനിക്ക് എപ്പോഴും എത്താമെന്ന് പറഞ്ഞാൽ തീരാത്തത്. കുട്ടികളുടെയൊക്കെ ഡാൻസാണ് ഭയങ്കര ഭംഗിയായിട്ട്, നല്ല രസമുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ബാക്കി കാര്യങ്ങൾ കൂടി പറയാം. അപ്പോൾ ഓർക്കസ്ട്ര റിഹേഴ്സലായിരുന്നു. പിന്നെ ഡ്രസ്സ് കിട്ടി. ഡ്രസ്സ് ഞാൻ ഇപ്രാവശ്യം നിങ്ങളെ കാണിക്കുന്നില്ല. സാധാരണ ഞാൻ ഈ ഒരു ടൈമിന് ഞാൻ കാണിക്കാറുണ്ട്. പക്ഷേ ഞാൻ സർപ്രൈസ് ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ലാത്ത ഒരു ഡ്രസ്സാണ്. അപ്പോൾ ഇത്രയും കുട്ടികളാണ് ഗുരുവായൂരേക്ക് പോകുന്നത്. എല്ലാവരും അനുഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം. ടെറ്റ.